ചുമയുണ്ടോ? ചുമ തുടങ്ങിയോ? അവിടെ ഏട്ടൻ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്താ പുകയിട പൂജ പൂജ പൂജ. എന്ത് കഷ്ടമാണ്. അല്ല മൂപ്പരുടെ വിശ്വാസം അങ്ങനെ. ഇത് കുറച്ച് കൂടുതലാ പറയാതിരിക്കാനല്ലോ. ഇന്ന് വേറൊരു കാര്യം ഉണ്ടായി അന്നതളിയാ. ഞാനിങ്ങോട്ട് നടന്നു വരുമ്പോഴേ നമ്മുടെ റേഷൻ കട ഇല്ലേ, ആ റേഷൻ കട അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് തിരിയലും ഒരു ഓട്ടോറിക്ഷ അവിടെ നിന്ന് ഓപ്പോസിറ്റ് വരണ്ടായിരുന്നു. ഇത് എന്റെ പുറകുന്ന ഒരു ബൈക്ക് ഈ ഓട്ടോറിക്ഷ പറഞ്ഞ് ഇവൻ കണ്ടിട്ടില്ല. ഈ ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വരണത് അടുത്തങ്ങോട്ട് എത്തിയപ്പോഴും ഒരൊറ്റ ചവിട്ടാ ബൈക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നേരെ എന്റെ നെഞ്ചത്തേക്ക് ഞാൻ ഒരു ചാട്ടം ഇങ്ങോട്ട് ചാടി. ഇല്ലെങ്കിൽ അവൻ എന്റെ നെഞ്ചത്ത് കൂടെ കയറ്റി എന്റെ പണി കഴിഞ്ഞു. ഈശ്വര രക്ഷ അത്രേ പറയണ്ടുള്ളൂ. തുടങ്ങി എന്താ അവിടെ ദൈവം വന്ന അളിയനെ പിടിച്ചങ്ങ് മാറ്റിയോ? അതെന്ത് വർത്തമാനാളി അങ്ങനെ പറഞ്ഞു? പിന്നല്ലാണ്ട് എന്റെ അളിയ ദിവസം എന്തോ ഒരു ആക്സിഡന്റ് നടക്കണുണ്ട്, ആരെല്ലാം മരിക്കുന്നുണ്ട്, എന്താ അവിടെ ദൈവം പോയി രക്ഷിക്കാറുണ്ട്? അപ്പൊ ദൈവം എന്താ ഉറങ്ങുവാണോ? അളിയനോട് തർക്ക ചെയ്യാനൊന്നുമില്ല. ദൈവവിശ്വാസം ഉള്ളവർക്ക് അതുണ്ട്, അതില്ലാത്തവർക്ക് അതില്ല തന്നെ. എന്തായാലും ഏട്ടന് പറ്റിയ അളിയനാ. അളിയൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അളിയൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? അതെന്ത് ചോദ്യം അളിയാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, അളിയൻ കാറ്റ് കണ്ടിട്ടുണ്ടോ? കാറ്റിന്റെ രൂപം എങ്ങനെയാണ്, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അളിയൻ കണ്ടിട്ടുണ്ടോ? അളിയ കാറ്റിനെ നമുക്ക് അനുഭവിക്കാം. കാറ്റ് ഇപ്പൊ തന്നെ ചെറിയൊരു കാറ്റ് നമ്മളെ ദൈവത്ത് വന്നിട്ട് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ ദൈവത്തിനെ അളിയൻ അനുഭവിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളുടെയും സൃഷ്ടിപ്പും അതിന്റെ പരിപൂർണത ഒക്കെ കണ്ടാ പോരെ ദൈവത്തിന് മനസ്സിലാക്കാൻ? കഷ്ടമാണ് അളിയാ, ഇങ്ങനൊന്ന് വിടുന്ന പുറത്തു പോയി വിളമ്പരുത്. അതെന്താ? അതെ, ഇത് ആരെ സൃഷ്ടിച്ചെന്ന്? എന്നെ സൃഷ്ടിച്ചത് എൻ്റെ അച്ഛൻ, അളിയനെ സൃഷ്ടിച്ചത് അളിയൻ്റെ അച്ഛൻ. അതുപോലെ ഓരോ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചേക്കണ അവരുടെ അച്ഛന്മാരാണ്. കേരളത്തിന് അളിയനൊരു കാര്യം ചെയ്യും, അളിയന്റെ അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് മുഖത്ത് നോക്കി നല്ല 4 പച്ച തെറിയാണ്ട് പറ. എന്തിന്? അല്ല എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചെന്ന് നോക്കി. നല്ല സായിപ്പിനെ പോലെ നല്ല ചെമ്പൻ മുടി, നല്ല ആരോഗ്യമുള്ള ശരീരവും, വെളുത്ത് അങ്ങനെ ഒരു നല്ല ഒരാളായിട്ട് അങ്ങോട്ട് സൃഷ്ടിച്ചാൽ പോരെ. എന്തിനാ ഈ കൊടവേറും ഉണ്ടക്കണ്ണൊക്കെ ആയിട്ട് സൃഷ്ടിച്ചതെന്ന് ചോദിക്കും. അളിയാ, ഈ കാണാൻ പാടില്ലാത്തൊരു സംഭവത്തിന് നിങ്ങളെടുത്ത് ഇങ്ങനെ തലയെ കൊണ്ട് നടക്കണില്ലേ, അത് പൊട്ടത്തരമാണ്, പൊട്ടത്തരം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദൈവമില്ല പറയരുതെന്ന്. ദൈവകോപം ഉണ്ടാവും. അതെ, ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറയാൻ എനിക്ക് വട്ടില്ല. നിങ്ങളെല്ലാം ഒരു കാര്യം ചെയ്യും, അടുത്ത മാസം ഞങ്ങളുടെ സംഘടന ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട് ആ ലൈബ്രറിയിൽ, ദൈവവും അന്ധവിശ്വാസവും. അത് വന്നൊന്ന് അറ്റൻഡ് ചെയ്യുക, അപ്പം നിങ്ങൾക്കെല്ലാം ബോധം ഉണ്ടാവും. അളിയൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ യുക്തിവാദത്തെ എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കാം. എന്നിട്ട് ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഉണ്ടോ? ഇനിയിപ്പോ ഞാനും സുഗതേട്ടനും ഈശ്വര വിശ്വാസിയായിട്ട് ജീവിച്ചു എന്നുള്ളതിരിക്കേ അളിയനോ അളിയന്റെ സംഘടനയ്ക്കോ എന്തെങ്കിലും ദോഷമുണ്ടോ? വലിയ ദോഷമുണ്ട്. ഈ നാട് നന്നാവൂല നിങ്ങൾ കുറെ അന്ധവിശ്വാസികളുള്ളിടത്തോളം. ഇവിടെ യുക്തിവാദികൾ ഉണ്ടായിട്ട് എന്താ ഗുണം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ദൈവമില്ല എന്ന് പ്രസംഗിച്ച് നടക്കണ നേരം കൊണ്ട് ഇവിടുത്തെ ഈ നാട്ടിലുള്ള പോക്കറ്റ് അടിക്കാര്, ഇവിടുത്തെ ചൂഷകര്, ഈ നാട്ടിൽ കൈക്കൂലി മേടിക്കുന്ന ആളുകൾ, ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത ജനപ്രതിനിധികൾ, അവർക്കെതിരൊക്കെ ഒന്ന് പ്രസംഗിക്ക്. എന്നാൽ ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ നാഴിക്ക് 4 വട്ടം ദൈവമില്ല എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് ഈ നാടിനെന്താ കാര്യം?